അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ റാവി 37-ാം എപ്പിസോഡിൽ മുറിഞ്ഞുപോയത് കാരണം 38-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനാണ് യൂസുഫ് എന്ന് ബുന്യാമീനെ അറിയിക്കുകയാണ്. നിന്റെ അണ്ണനായ യൂസുഫിനെ ചെന്നായ തിന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അതാ ബുന്യാമീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ബുന്യാമീനോട് ചോദിച്ചറിയുകയാണ്. രംഗം ബഹുമാനപ്പെട്ട അന്തറോദ്വീപ് മുത്തുക്കോയ തങ്ങൾ വിവരിക്കുന്നതിങ്ങനെ: മുത്ത് നബിയാരിൽ ബുന്യാമീൻ കണ്ടേ മോനെ കൊണ്ടുണ്ടായ ഹാലത്തൈവിൻ്റെ ഉത്ത് നബിയാരുടൻ തമ്പിയോട് ഉണ്ടായോ നിന്നിൽ നീ കാഹെന്ന് ചോട്. അങ്ങനെ യൂസുഫ് നബി തൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാണ് ബുന്യാമീനോട്. ബുന്യാമീനെ, നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു ബുന്യാമീനോട്. ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ബുന്യാമീൻ പറഞ്ഞു, കല്യാണമൊക്കെ കഴിച്ചിക്കണു കാക്കാ. ജ്യേഷ്ഠനായ അണ്ണനായ യൂസുഫിനോട് പറയുകയാണ്, യൂസുഫേ, ഞാൻ കല്യാണം കഴിച്ചു സുഖമായി ജീവിക്കുന്നു. പെറ്റാവൾ 3 സുതാര, എനിക്ക് പേരിട്ട് യൂസുഫ് എന്നാദ്യം ശരിക്ക്. അതിൽ പിന്നെ ദം എന്നും ജേബെന്നും പേരാ. അഹിയെ പുസൽവർക്ക് ബത്തേയാൻ നേര. മതകർ സബബന്തി പേരിന് എന്ന് ബഹുമാന തമ്പിയിൽ ചോദിച്ചതിന് മതിമാന്യരെ ചട്ടയിൽ കാണും ദമ്മാൽ വനമിന്ന് ഭുജിത്തെന്ന ഓർമ്മ മതിയിൽ സുബൂത്താക്കുവാൻ വേണ്ടി എന്നെ പറഞ്ഞുടൻ അണ്ണരിൽ സിറാക്കിതെന്നേ. അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം. എന്താണ് വർത്താനം, എങ്ങനെയാണ്, എന്താണ് ഇജ്ജ് കല്യാണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ബുന്യാമീൻ പറഞ്ഞ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിച്ചു, എനിക്ക് 3 കുട്ടികളുണ്ട്. ഒന്നാമത്തെ കുട്ടിക്ക് ഞാൻ പേരിട്ടത് എന്താണെന്നറിയുമോ? പേരിട്ട് യൂസുഫ് എന്നാദ്യം ശരിക്ക്. നിങ്ങളോടുള്ള ആ ഓർമ്മ സ്മരണ നിലനിർത്താൻ വേണ്ടി എൻ്റെ കുട്ടിക്ക്, ഒന്നാമത്തെ കുട്ടിക്ക് യൂസുഫ് എന്ന് പേരിട്ടു. അതിൽ പിന്നെ ദം എന്നും രബെന്നും പേരാ. അഹിയെ പുസൽവർക്ക് ബത്താന നേരാ. രണ്ടാമത്തെ കുട്ടിക്ക് ദമ്മ് അഥവാ രക്തം എന്നും പേരിട്ടു. കാരണം അഹികൾ സഹോദരന്മാർ ചെന്നായ ഭക്ഷിച്ചു എന്നും പറഞ്ഞിട്ട് കുപ്പായത്തിൽ രക്തം പറ്റിയിട്ടാണല്ലോ കൂടുന്നത്. അപ്പോൾ ആ സ്മരണ നിലനിർത്താൻ വേണ്ടി. പിന്നെ ദീബ്, ചെന്നായൻ്റെ സ്മരണ, ചെന്നായ ഭക്ഷിച്ചു എന്നുള്ള ആ സ്മരണ നിലനിർത്താൻ വേണ്ടി ദീബ് എന്നും ചെന്നായുടെ പേരിട്ടു. അങ്ങനെ 3 കുട്ടികൾക്ക് 3 പേരിട്ട് സുഖമായി ഞാൻ കഴിഞ്ഞുകൂടുകയാണ് യൂസുഫേ. ആ സമയം മദിയിൽ സുബു ഇവകൾ വിവരിത്ത് ബുന്യാമീനോട് ഇരസപിതാവിൻ്റെ ഹാലൊന്നു ചോട്. കുവലുന്നു അണ്ണൻ പിരിന്തേ മുതൽക്ക് കണ്ണീറൊഴിച്ചില്ല തീരെ അവർക്ക്. പിന്നെ വാപ്പാൻ്റെ വിശേഷങ്ങൾ ചോദിക്കാറ്, എന്താ വാപ്പാൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളെ പിരിഞ്ഞത് മുതൽ വാപ്പാക്ക് ഒരു സുഖമില്ല, ആകെ കണ്ണീരൊഴിച്ച് കുത്തിരിക്കുകയാണ്. അവസാനം ഖേദം കവിൻ്റെ മുഷിപ്പാൽ അളുത് മെളി പാർവ കേട്ടങ്ങിരിപ്പാം. നിങ്ങളെക്കുറിച്ച് ഓർത്ത് വാപ്പ മുഷിപ്പിലായി, പാർവയൊക്കെ കുറഞ്ഞുപോയി, കാഴ്ചയൊക്കെ കുറഞ്ഞുപോയി. അങ്ങനെ കണ്ണുനീര് ചാലിട്ട ഒരു അടയാളം തന്നെ മുഖത്തുണ്ട്. വിവരം കുറിത്തുള്ള പാസുരമുണ്ട്, മിനുസാഹിയേനൈവാശമുണ്ട്. ഉടനെ തന്നെ ബുന്യാമീൻ പറയാണ്, വാപ്പ ഇങ്ങൾക്കൊരു കത്ത് തന്നയച്ചിട്ടുണ്ട്. യൂസുഫാണെന്നുള്ള നിലക്കല്ല, മിസ്രിലെ രാജാവ്, അസീസ് രാജാവ് ഭക്ഷണം തന്ന് വളരെ ഞങ്ങൾ ആദരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ അത് കാരണം പിന്നെ വാപ്പ ഒരു കത്ത് എഴുതി ഞങ്ങളേക്ക് തന്നിട്ടുണ്ട് രാജാവിന്.
ആ കത്ത് രണ്ടാമരി വന്നപ്പോൾ ഭക്ഷണത്തിന് വന്നപ്പോൾ ബുന്യാമീനെ ഏൽപ്പിച്ചു, നീ കത്ത് രാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കത്ത് ബുന്യാമീൻ്റെ കൈവശമുണ്ടായിരുന്നു. ആ കത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനിക്ക് അങ്ങ് കൊടുത്തപ്പോൾ ഉണ്ടെന്നൊരത്തവർ കയ്യിൽ കൊടുത്ത് ഉടനെ നബി ഹത്ത് വാങ്ങിപ്പൊളിത്ത് രണ്ട് നയൻ നിന്നും വാർത്തീതുമുവാൽ രാജറളുതുടനെ ഖസാൽ പിണ്ടിന്നും പങ്കിട സൈനബ തൻ്റെ വിവരം പറയാനിൽ വേഗം നീ ഉണ്ടേ. അങ്ങനെ കത്തിലെഴുതിക്കണം മിസ്റിലെ അസീസ് രാജാവിന് ഒരുപാട് സ്നേഹങ്ങളും നന്ദികളൊക്കെ അറിയിച്ചുകൊണ്ടാണ് ആ കത്ത് വായിച്ചു. ഏതായാലും യൂസുഫ് നബി വായിച്ചു. അതിനുശേഷം എങ്ങനെ പെങ്ങളായ സൈനബാവിയുടെ വർത്തമാനമാണ് പിന്നെ ബുന്യാമീനോട് ചോദിച്ചറിയുന്നത്. ആ സമയം ബുന്യാമീൻ പെങ്ങളെ വർത്തമാനം തൻ്റെ ജ്യേഷ്ഠനായ യൂസുഫിനോട് വിവരിക്കുകയാണത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. എങ്ങനെ അണ്ടോറ്റ തമ്പി പറയുന്നു ഉങ്കൾ അവിടം വീടും ദിനം മുതൽ പെങ്ങൾ പെരികെ മൂശി പാകം പൂണ്ട് കിടപ്പാം മേതെ വിതാരിപ്പില്ല നല്ല ഉടുപ്പാൽ. ആ സമയം ബുന്യാമീൻ യൂസുഫിനോട് പറയുകയാണ്, യൂസുഫേ, അങ്ങ് കാണാതായ അന്ന് മുതൽ അതാ ദുഃഖം പൂണ്ട് കിടപ്പിലാണ് പെങ്ങളായ സൈനബ. ഇതുവരെ ഒരു മനസ്സിന് സമാധാനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല പരിതാപമില്ലം ദേ നാള് മുതൽക്ക് വൈകുന്നേരമാകുമ്പോൾ 5 മണിക്ക് പുറപ്പെട്ട് മുക്കുവാലയിലായി നിൽക്കും പോകും ജനരോടുമൈ വാർത്ത കേൾക്കും പറയാം ഈ 40 കൊല്ലവും താതാ മനദുഃഖമാലിപ്പാടിയിൽ കഴിത്താർ. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് എന്നും ചിന്തിക്കുന്ന കാരണത്താൽ തന്നെ നിങ്ങൾ പോയ അന്ന് മുതൽ വൈകുന്നേരമാകുമ്പോൾ മുക്കുവന്മാർ പോകുന്ന ആ 4 കൂടിയ വഴിയിൽ വന്നു നിൽക്കും. 5 മണിയായാൽ പെങ്ങള് എന്തിന് യൂസുഫിൻ്റെ വർത്തമാനം വല്ലതും ആരുടെയെങ്കിലും അടുക്കൽ നിന്നും കിട്ടുമോ എന്ന് ആ പോകുന്ന മനുഷ്യരോട് വഴിയിലൂടെ പോകുന്ന മനുഷ്യരോട് മുഴുവൻ അങ്ങയുടെ പെങ്ങളായ സൈനബ ചോദിച്ചറിയാറുണ്ട് മുത്തേ യൂസുഫേ എന്ന് ബുന്യാമീൻ യൂസുഫിനോട് പറയുകയാണ്. മാത്രമല്ല ഈ 40 കൊല്ലവും അങ്ങയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും തന്നെയാണ് സൈനബ സംസാരിക്കുന്നത്. അങ്ങനെ കരുണരം പിതാവോരും ഉഹത്താളും കഴിക്കുന്നേ കഠിന ദുഃഖമിൻ വാർത്ത ചെവിത്ത് പിന്നെ നബിയരും കതിത്ത് തന്നഹിയോട പൊളുതിൽ പിന്നെ എന്നെ മനം അറിവീനിന്നേ മരിപ്പോളം പിരിയാതെ നെമൈ ഒന്നിച്ചിരിപ്പാനും വസിപ്പാനും വഴി ഓക്കാം അതിൽ ഊനക്ക് എന്നതോട് പരിഭവം വരുമോ നീ പറാശരിക്ക് അതിനൊരു തകൃതി കേൾക്ക്. മാത്രമല്ല ബുന്യാമീൻ പറയുകയാണ്, യൂസുഫേ, നിങ്ങളുടെ വാപ്പയായിരിക്കുന്ന യഅ്കൂബ് നബിയും ഉപ്പ അതുപോലെ തന്നെ ഉഹത്താളും സഹോദരിയും കഴിക്കുന്ന ആ ദുഃഖഭാരം എങ്ങനെയാണെന്ന് പറഞ്ഞു വർണ്ണിക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം യൂസുഫ് ബുന്യാമീനോടൊരു കാര്യം പറയാണ്, പക്ഷേ നമ്മളേതായാലും ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടി, ഇനി നിന്നെ പിരിയാതെ എൻ്റെ കൊട്ടാരത്തിൽ നിന്നെ ഇവിടെ നിർത്താൻ ഞാനൊരു ഐഡിയ
തീരുമാനിക്കുന്നുണ്ട്, ഒരു തകൃതി, ഒരു വളവ് ഞാൻ കാണിക്കുന്നുണ്ട്, അതിനെന്താ നിൻ്റെ അഭിപ്രായമെന്ന് ബുന്യാമിനോട് ചോദിച്ചു. അപ്പോൾ ബുന്യാമിൻ പറയാണ്, ശരിക്ക് ഞാൻ അളവുകൾ നിവർന്നും ഉടൻ നാളെ സകലർക്കും അടങ്ങുവാൻ അനുവാദമേ നൽകി തനിക്കൊൾ കേട്ടതിൽ മറക്കാനുമേ എന്നതുടെ അഭിപ്രായമേ. അപ്പോൾ ബുന്യാമിനോട് ചോദിക്കണം, നാളെ ഇപ്പോൾ ഏതായാലും ഭക്ഷണത്തിന് വന്ന് ഞങ്ങൾ വാപ്പാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ്. നാളൊക്കെ ഭക്ഷണം ധാന്യങ്ങളൊക്കെ ചാക്കിലാക്കി ഞാൻ ജ്യേഷ്ഠന്മാരെ ഏൽപ്പിക്കും. അപ്പം നിന്നെ ഇവിടെ നിർത്താൻ വേണ്ടി ഞാനൊരു ഐഡിയ ചെയ്യട്ടെ, നിന്നോട് ചോദിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ, നിനക്ക് ഇഷ്ടമാണെങ്കിലേ ചെയ്യുള്ളൂ. എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഭക്ഷണം അളക്കുന്ന പാത്രം, സ്വർണത്തിൻ്റെ പാത്രം നിൻ്റെ ചാക്കിലിട്ട് കെട്ടിയിട്ട് ഞാനെന്ത് ചെയ്യുക, ബാക്കിൽ പട്ടാളക്കാരെ പറഞ്ഞേക്കതാ ഈ കച്ചവടക്കാർ ഞങ്ങളെ അളവ് പാത്രം, രാജാവിൻ്റെ അളവ് പാത്രം ഇതാ ചാക്ക് കാണാതെ ആയിക്കൊടുന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ആൾ വന്നിട്ട് വിളിക്കാം, അപ്പോൾ നിങ്ങളെല്ലാവരും തിരിച്ചു വരണം, അപ്പം നിൻ്റെ ചാക്കിൽ നിന്നത് കിട്ടും, അപ്പം നിന്നെ എനിക്കിവിടെ അറസ്റ്റ് ചെയ്യാം, അങ്ങനെ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അറസ്റ്റുണ്ട് മഹാരാജ അളപ്പിക്കും സ്വർണത്തിൻ അതുർപ്പസാവിടത്തിൽ കനിവാനില്ല ഉങ്കൾ അതൈ കട്ടെന്നൊരു ശക്ക് അരശർക്കുള്ള. അങ്ങനെ പിറ്റേ ദിവസം വന്ന് ധാന്യങ്ങളൊക്കെ അളന്ന് ചാക്കിലൊക്കെ ആക്കി. ഏതായാലും ഒരു 2-3 ദിവസമായപ്പോൾ അവർ വന്നിട്ട്, അപ്പോൾ അവർക്ക് തിരിച്ചു പോകാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ 11 ജ്യേഷ്ഠന്മാരും തിരിച്ചു പോവുകയാണ്. ധാന്യമൊക്കെ അളവിൽ ചാക്കിലാക്കി മിസ്റിലേക്ക്, കന്നാനിലേക്ക് തിരിച്ചു പോവുകയാണ് മിസ്റിൽ നിന്ന്. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ വഴിയിലെത്തിയപ്പോൾ ബാക്കിൽ നിന്നൊരു പട്ടാളക്കാരൻ ഓടി വന്ന് വിളിച്ചു പറയണ, രാജാവിൻ്റെ അത്ഭുത സാഗ് അഥവാ സ്വർണത്താൽ ഉണ്ടാക്കിയപ്പെട്ട അത്ഭുത സാഗ് കാണാനില്ല, അത് നിങ്ങളാണ് കട്ടിക്കണമെന്നാണ് പറയുന്നത്, നിങ്ങൾ പരിശോധിക്കണം വേണ്ടിയിട്ട് രാജാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കക്കൂല, ഞങ്ങൾ കള്ളന്മാരല്ല, ഞങ്ങൾ നബിമാരുടെ മക്കളാണ്, ഞങ്ങൾ ഒരിക്കലും മോഷണം ചെയ്യാറില്ല എന്നൊക്കെ ഇവർ പറഞ്ഞു. പക്ഷെ പറഞ്ഞു നോക്കിയെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, രാജാവ് നിങ്ങളെയാണ് സംശയിച്ചിരിക്കണത്, അതുകൊണ്ട് വേഗം പരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെവിത്ത് പലരെയും പരിശോധിത്തേ തിളങ്ങും അനുജൻ്റെ ചുമടിൽ ബത്ത് എന്നാൽ ഇവനിക്കുൾ ഷെത്തീഖ് മുന്നം ഇപ്പോൾ കളവ് ചെയ്തിടവേ അണ്ണം അന്നാളവർ ബുന്യാമീനോടൊന്നുന്നേ അരിമ കുടുംബം നീ കെടുത്തിന്നേ. അവർ പറഞ്ഞു, ഞങ്ങളൊരിക്കലും കക്കൂല, ഞങ്ങൾ മോഷ്ടിക്കുകയില്ല, ഞങ്ങൾ പ്രവാചകൻ്റെ മക്കളാണ് എന്നൊക്കെ രാജാവിനോട് പഠിച്ച പണി 18 പറഞ്ഞു നോക്കി. പക്ഷേ രാജാവ് നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണത്, നിങ്ങളുടെ ധാന്യക്കെട്ട് അയച്ചു നോക്കണം, നിങ്ങളുടെ ചാക്കിൽ ഉണ്ട് എന്നാണ് രാജാവിന് സംശയം. ഏതായാലും അവർക്ക് ഉറപ്പാണല്ലോ ഞങ്ങൾ കക്കൂലാന്ന്. അങ്ങനെ ധൈര്യമായി അവർ തിരിച്ചു വന്നു, രാജകൊട്ടാരത്തിലേക്ക് വന്ന് അവരുടെ ധാന്യച്ചാക്കുകളൊക്കെ അയച്ചു, ഓരോന്നോരോന്നായി അയച്ചു. അവസാനം ബുന്യാമീൻ്റെ കെട്ടയച്ചപ്പോൾ അതിൽ നിന്ന് സ്വർണ്ണപാത്രം ലഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് മറ്റ് ജ്യേഷ്ഠന്മാരൊക്കെ തമ്മിൽ പറയാൻ തുടങ്ങി, ഇവൻ്റെ ജ്യേഷ്ഠനും പണ്ട് കള്ളനായിരുന്നു, അതായത് യൂസുഫിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അതേപോലെ തന്നെ ഇവനും ഇതപ്പോൾ ഇവിടെ മോഷ്ടിച്ചിക്കണു എന്ന് പറഞ്ഞ് ബുന്യാമീനെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ബുന്യാമീനും യൂസുഫും അവിടെ തകൃതി, അവിടെ അപായം ഒപ്പിച്ചത്, അവിടെ ഒരു ഉപായം ഒപ്പിച്ചത് ഇവർക്കാർക്കും അറിയില്ലല്ലോ. അങ്ങനെ കുല്ലും അരശനിൽ വ്യസനപ്പെട്ട് കൂറും നിവന നാം ഒഴിത്ത് വിട്ട് നല്ല പിതാവിൻ്റെ തിരുമുൻ ചെന്നാൽ നമ്മെ ശപിക്കുള്ളു വെറുപ്പായി മന്നാ. അപ്പോൾ ബുന്യാമിൻ്റെ ചാക്കുന്നാണ് ആ രാജാവിൻ്റെ അളവ് കുന്ത്രാണ്ടം കിട്ടിയത്. അളവിൻ്റെ കുന്ത്രാണ്ടം കിട്ടിയത്, സ്വർണത്തിൻ്റെ കപ്പ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഒരു രക്ഷയില്ല, ബുന്യാമിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അവിടുത്തെ നിയമം. അപ്പോൾ ബലെല്ലാവരും കൂടിയിട്ട് പറഞ്ഞു, ബുന്യാമിനെ ഞങ്ങൾക്ക് വാപ്പാൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോകണം,
യൂസുഫിനെ തന്നെ കാണാതായ ദുഃഖത്തിൽ വാപ്പ അവിടെ വിഷമത്തിലാണ്. ഇവനെ തിരിച്ചു കൊണ്ടാകാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും പകരം പിടിച്ചോളൂ, ബുന്യാമീനെ ഞങ്ങൾക്ക് വിട്ടുകാരനെന്ന് രാജാവിനോട് പഠിച്ച പണി 18 പറഞ്ഞു. രാജാവ് പറഞ്ഞു പറ്റൂല, കട്ടവരെ മാത്രമേ ഞങ്ങൾ ശിക്ഷിക്കുള്ളൂ, ഞങ്ങൾ അല്ലാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾക്ക് ന്യായമില്ല, വകുപ്പില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ സമയത്ത് രാജാവിൻ്റെ നേർക്ക് 10 ആളുകളും തിരിയാണ്. എന്തിനാ തിരിയണത്? ഇൻകിലാബ് ഉണ്ടാക്കാൻ, അവിടെ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി തിരിയാണ്. അങ്ങനെ കൊട്ടം വരുത്തുമ്മി പാതിക്ക് എങ്കൽ കുടുംബം നശിപ്പോളം എതിർക്കും നാള് ചാറ്റിയ ഹുദന നിലവിളിത്താൽ താങ്ങാതൊരുത്തരും എനതെ സൗത്താ. യാക്കൂബിയുടെ മക്കൾക്ക് പ്രത്യേക ശബ്ദം ഉണ്ടാകുന്നു, ഇടിനാദത്തിന് തുല്യമായ ശബ്ദം മഹാനായ അലിയാർ തങ്ങൾക്കുണ്ടായിരുന്നത് പോലെ. അപ്പോൾ യഹൂദ അവിടെ നിന്നിട്ട് വലിയ അളക്കലക്കണിഞ്ഞാൽ അതപ്പോൾ രാജാവിൻ്റെ കൊട്ടാരം അങ്ങനെയാക്കും ഇങ്ങനെയാക്കും പറഞ്ഞിട്ട് ശബ്ദമൊക്കെ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്ന. പിന്നെ നമ്മൾ എന്തെങ്കിലും കച്ചറയിൽപ്പെട്ട അങ്ങനെയാണല്ലോ, അവിടെ എന്താ നമുക്ക് എങ്ങനെ ശക്തി പ്രകടിപ്പിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അതേപോലെ യഹൂദ അവിടുന്ന് ഒച്ച ഉണ്ടാക്കി, അന്താരാഷ്ട്ര ഒച്ച ഉണ്ടാക്കി, ഇടിനാദത്തിന് തുല്യമായ ഒച്ച. ഈ സമയം പോകും എന്നൂരത്തഹൂദ ശബ്ദവും തുടങ്ങി സർവരും കൂടുങ്ങി ഹയ്യറിൽ കൂടുങ്ങി. അപ്പോൾ 10 ആളവിടെ കച്ചറ ഉണ്ടാക്കുകയാണ്. ബുന്യാമീനെ ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ പിടിച്ചു വെച്ചിട്ട് ബുന്യാമീനെ തരണം എന്ന് പറഞ്ഞു. പറ്റൂലാർന്നു രാജാവ്. അതിലവിടെ കച്ചറ ഉണ്ടാക്കണോ, അതിൽ ഗുണ്ടായിസം കളിച്ചണമെന്ന് അർത്ഥം. ആ സമയം ആകെയില്ല വേഷം കണ്ട് രാജർബിൻ്റെ തൻ്റെ മകൻ ഉണ്ടേ കൂഫി വേഗം അണ്ടേ ഭാഗം ഉണ്ടിൽ കൂടിയോര തൊട്ട് ബാനിയെന്ന് അപ്പടി മോൻ ചെന്ന് തൊട്ട് വേഗം അന്ന് നാഗകോപം അയ്യവരിൽ അന്തിനം ക്ഷമീത്തേ ശബ്ദവും നീലത്തെ അപ്പോഴോറത്തെ. അപ്പോൾ കച്ചറ ഉണ്ടാക്കണം 10 ആൾ നിന്നിട്ട്. അതിൽ ഏറ്റവും യഹൂദ അങ്ങനെ ഇടിനാദത്തിന് തുല്യമായ ശബ്ദമിട്ടിട്ട് അവിടെ കോലാലുണ്ടാക്കുമ്പോൾ യൂസുഫിനെ അറിയാലപ്പോൾ എന്താ അതിന് പരിഹാരം ചെയ്യണതിന് മരുന്നെന്താണെന്നറിയാം. എന്താ മരുന്ന്? ഈ കച്ചറ ഉണ്ടാക്കണ ആളുകളുടെ ചോര ബന്ധമുള്ള ആളുകൾ ആരെങ്കിലും മെല്ലെ ഒന്ന് ചെന്ന് തടകിയാൽ അത് ശാന്താകും. അതാണ് പോലെ അതിനുള്ള മരുന്ന്. അത് യൂസുഫിന് അറിയുന്നത് കൊണ്ട് യൂസുഫ് മെല്ലെ തൻ്റെ മൈശനെ വിളിച്ചു, തൻ്റെ കുട്ടിയായ മൈശയെ വിളിച്ചു കൊണ്ട് പറഞ്ഞു, മോനെ അവിടെ യഹൂദ ഒച്ചുണ്ടാക്കുന്നുണ്ട്, എൻ്റെ അണ്ണൻ. മെല്ലെ അറിയാതെ കൂട്ടത്തിൽ കൂടെ ആൾക്കാരുടെ കൂടെ മെല്ലെ ചെന്നിട്ട് ആ യഹൂദനെ ഒന്ന് തൊട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദ മെല്ലെ പറഞ്ഞതാ. മൈശ യൂസുഫ് നബിയുടെ മകനായ മൈശ വേഗം ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടെയാണ് പോയിട്ട് ഷോ എന്നാണ് പോയിട്ട് ആ ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ കിടിലം കൊള്ളിച്ച് നിൽക്കുകയാണ്. ആ യഹൂദ ചൂടായും കൊണ്ട്. അപ്പോൾ യഹൂദാനെ മെല്ലെ ഒന്ന് തൊട്ടിട്ട് വേഗം അവിടെ നിന്ന് കഴിച്ചിലായി. ആ സമയത്ത് യഹൂദ ആകെ ശാന്തായി എന്ന് മാത്രമല്ല, തന്നെ ചോരബന്ധമുള്ള ആൾ തൊട്ടാൽ പോലും ശാന്താവും. അപ്പം അങ്ങനെ ശാന്തമായി എന്ന് മാത്രമല്ല, യഹൂദ പറഞ്ഞു, നമ്മുടെ ബംഗീഷത്തിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ചോരയിലുള്ള ആരോ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മളുടെ കളി ഇവിടെ നടക്കൂല എന്ന് യഹൂദ പറയുകയാണ്. മാത്രമല്ല കണ്ടിത ബോഡെ പൊഞ്ഞാമീനെ വിട്ടും കൊണ്ടേ ഭയനമായോ രണ്ടേ ഊരിലേക്ക് ചെണ്ടേ തൊണ്ടകൾ വാരണ്ടവരെ ഉള്ളുകൾ പിറന്നേ കോനെ സാക്ഷി ബത്തെ അബുഹരില്ലാടൂത്തേ. അപ്പം രാജാവിൻ്റെ അടുത്ത് നമ്മളെ തരികിടക്കളി ഒന്നും നടക്കൂല എന്ന് മനസ്സിലാക്കിയ 10 ജ്യേഷ്ഠന്മാരും എന്നാ പോകുന്ന ഇനിയെല്ലാം അള്ളാൻ്റെ തീരുമാനം പോലെ ആവുമെന്നും പറഞ്ഞു വാപ്പാൻ്റെ അടുത്തേക്ക് അതാ ധാന്യച്ചാക്കുകളുമായി അവരെല്ലാവരും കന്നാനെ ലക്ഷ്യം വെച്ച് നടന്നു. പക്ഷേ അവർക്കെല്ലാവർക്കും കിടിലമുണ്ട്. വാപ്പാനോട് എന്ത് ചെന്ന് പറയും? യൂസുഫിനെ തന്നെ നമ്മൾ കൊന്നു. ഇനി ബാക്കിയുള്ള കാര്യം ഇപ്പോൾ ഈ ബുന്യാമീൻ്റെ കാര്യം കേട്ടാൽ വാപ്പ എന്താ പറയുക? വാപ്പ നമ്മളോട് പോരുമ്പോൾ തന്നെ പറഞ്ഞതാണ്, ബുന്യാമീനെ മടക്കിക്കൊണ്ടിരുന്ന നമ്മൾ മടക്കിക്കൊണ്ടിരാന്ന് പറഞ്ഞതാണ്. ഏതായാലും അവർ മനസ്സോടെ ബുന്യാമീൻ
ബുന്യാമീനെ രാജാവ് തടവിൽ അകപ്പെട്ടിരിക്കുകയാണ്. രാജാവിൻ്റെ അടുക്കലാണ്, തടവിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ബാക്കി 10 ആളുകളും അതാ ചാക്കിൽ ധാന്യക്കാക്കുമായി ധാന്യങ്ങളുമായി അതാ കന്നാനിൽ എത്തിയെന്ന് മാത്രമല്ല വാപ്പാൻ്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവമാണ് വാപ്പാനോട് അവർ പറയുക? എന്താണ് ബുന്യാമീനില്ലാതെ ചെന്ന അവർ വാപ്പാനോട് പറയുക എന്നറിയണ്ടേ? അത് അടുത്ത എപ്പിസോഡിലേ നമുക്ക് പറയാനൊക്കൂ.